ഓട്ടമത്സരത്തിനിടയ്ക്ക് മുയൽ കിടന്നുറങ്ങിയതുപോലെ ഒളിമ്പിക്സിലെ മാരത്തോണിൽ ഓടാൻ വന്ന അത്ലറ്റ് ഓട്ടത്തിനിടയ്ക്ക് വഴിയിൽ കിടന്നുറങ്ങിയത് അറിയാമോ? അതേ മത്സരത്തിൽ തന്നെ മറ്റൊരു അത്ലറ്റിനെ 1 മൈലോളം ദൂരം പട്ടി കടിക്കാൻ ഓടിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല. മത്സരത്തിൽ ജയിച്ച ആൾ എലിവിഷം കഴിച്ച് മരിക്കാറായിട്ടുണ്ടായിരുന്നു. 1904 ഒളിമ്പിക്സിലാണ് കോമഡിയാണോ ട്രാജഡിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത കുപ്രസിദ്ധമായിട്ടുള്ള ഈ മത്സരം നടന്നത്. ക്യൂബയിൽ നിന്ന് വന്ന ഫെലിക്സ് കാർവാച്ചൽ എന്ന തപാലോട്ടക്കാരനാണ് ആദ്യത്തെ അവതാരം. ഫുൾ സ്ലീവ് ഉടുപ്പും പാന്റും ഇട്ട് ഓടാൻ വന്ന ഇദ്ദേഹം ആദ്യം തന്നെ കാണികളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. സഹതാപം തോന്നിയ ആരോ ഒരാൾ ഒരു കത്രിക വാങ്ങി അദ്ദേഹത്തിന്റെ പാന്റ് മുറിച്ച് നിക്കറാക്കി നൽകി. ഓട്ടത്തിനിടയ്ക്ക് വിശപ്പ് തോന്നിയ ഇദ്ദേഹം ഏതോ ഒരു തോട്ടത്തിൽ കയറി അഴുകിയ ആപ്പിള് കട്ടുതിന്ന് വയറുവേദനയായി. അതോടെ റോഡ് സൈഡിൽ കിടന്ന് ഇദ്ദേഹം ചെറുതായി ഒന്ന് മയങ്ങി. അതുകൊണ്ട് 4ാം സ്ഥാനത്താണ് ഇദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത്. ഫെഡറിക് ലോർസ് എന്ന ഒരു അമേരിക്കൻ അത്ലറ്റിനെയാണ് 1 മൈലോളം ദൂരം ഒരു കാട്ടുനായ കടിക്കാൻ ഓടിച്ചത്. ഇദ്ദേഹം തന്നെയാണ് ആദ്യം ഈ മത്സരത്തിൽ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തത്. എന്നാൽ കിരീടം നൽകുന്നതിന് തൊട്ടു മുമ്പ് കാണികളിൽ ചിലർ അദ്ദേഹം കാറിലാണ് വന്നതെന്ന് പറഞ്ഞു. തുടർന്നുള്ള അന്വേഷണത്തിൽ 11 മൈലോളം ദൂരം അദ്ദേഹം കാറിൽ സഞ്ചരിച്ച് വന്നിട്ടാണ് ഫിനിഷിംഗ് ലൈനിലേക്ക് നടന്നു കയറിയതെന്ന് തെളിഞ്ഞു. ഇത് തന്റെ ഒരു തമാശയായിരുന്നു എന്ന് അദ്ദേഹം വാദിച്ചെങ്കിലും ഈ തമാശ അദ്ദേഹത്തിന് ആജീവനാന്ത വിലക്ക് വാങ്ങി നൽകി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കുന്നുകളും ഇറക്കങ്ങളുമുള്ള മണ്ണ് നിറഞ്ഞ റോഡായിരുന്നു അത്ലറ്റുകൾക്ക് ഓടാനായിട്ട് നിശ്ചയിച്ചത്. അത്ലറ്റുമാരുടെ മുന്നിൽ പത്രപ്രവർത്തകരുടെയും ഡോക്ടർമാരുടെയും കാറുകൾ പോകുന്നുണ്ടായിരുന്നു. അതോടെ ഈ റോഡിൽ വല്ലാതെ പൊടി നിറഞ്ഞു. ഈ പൊടി ശ്വസിച്ച് വില്യം ഗാർസിയ എന്നൊരു അത്ലറ്റ് രക്തം ഛർദ്ദിച്ച് വീണു. മരണത്തിന്റെ അടുത്തെത്തിയ അദ്ദേഹത്തെ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. മത്സരത്തിൽ വിജയിച്ച തോമസ് ജോൺ ഹിക്സ് ആണ് ഏറ്റവും വലിയ കോമഡി. 19 മൈലുകൾക്കപ്പുറം ഒരേ ഒരു കിണറായിരുന്നു അത്ലറ്റുമാർക്ക് വെള്ളം കുടിക്കാനായിട്ടുണ്ടായിരുന്നത്. ഈ പോയിന്റ് കഴിഞ്ഞതോടെ ഹിക്സിന് വല്ലാത്ത ദാഹം തോന്നി. എന്നാൽ അദ്ദേഹത്തിന്റെ ട്രെയിനർമാർ വെള്ളത്തിന് പകരം മുട്ടയുടെ വെള്ളയിൽ 1 മില്ലിഗ്രാം സ്ട്രൈക്കനൈൻ സൾഫേറ്റ് ചേർത്ത് നൽകി. ഇത് ഒരുതരം എലിവിഷമാണെങ്കിലും കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊരു ഉത്തേജക മരുന്നാണ്. ഒളിമ്പിക്സിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവും ഇതാണ്. കാറിൽ വന്ന ലോർസിനെ അയോഗ്യനാക്കിയതോടെ ഹിക്സ് ആയിരുന്നു ലീഡിംഗിൽ നിന്നത്. തളർന്നു തുടങ്ങിയ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നവർ കൂടുതൽ ഉത്തേജക മരുന്നും ഒപ്പം ബ്രാൻഡിയും കഴിക്കാൻ നൽകി. കൂടെയുള്ളവരുടെ സഹായത്തോടെ ഹിക്സ് 1ാമതായി ഫിനിഷ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും എലിവിഷം കഴിച്ച അദ്ദേഹത്തിന്റെ നില വളരെ വഷളായിരുന്നു. 4 ഡോക്ടർമാരുടെ ഇടപെടൽ മൂലമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്.